കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവരും പൊതുവെ പറഞ്ഞ കാര്യമാണ്, എനിക്ക് പൈസ വന്നാൽ കൈ നിൽക്കുന്നില്ല, ഒരുപാട് അനാമത്ത് ചെലവാണ്, എനിക്ക് വരുന്ന സാമ്പത്തികം 10 ലക്ഷം രൂപ വന്നാലും 1 കോടി രൂപ വന്നാലും എൻ്റെ കൈ നിൽക്കുന്നില്ല. അപ്പം നമുക്ക് ധനവരവിൻ്റെ ധനക്രയവിക്രയത്തിൻ്റെ ഒരു ആദ്യ തുടക്കം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ കയ്യിൽ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഹാൻഡ് പേഴ്സ് ഉണ്ടാവും അല്ലേ? ഇപ്പം പുരുഷന്മാർക്കാണെങ്കിൽ മുണ്ടിൽ ചിലപ്പം പേഴ്സ് ഉണ്ടാവും, ചില ബെൽറ്റൊക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ പാൻറ്റിലാണെങ്കിൽ പേഴ്സ് വെക്കാറുണ്ട് അല്ലേ? അപ്പം ഈ പേഴ്സിനകത്ത് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധനം നിറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റും. പൈസ ഇല്ല ജീവിക്കാൻ പറ്റുമോ? ജീവിക്കാൻ പറ്റത്തില്ല. ഒരാൾ തലകറങ്ങി റോഡ് വീണു, ഒരാൾ 5 രൂപയ്ക്ക് ഒരു സോഡ വാങ്ങിച്ച് തരണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കയ്യിൽ കാശ് വേണം. ഒരു പ്രാവശ്യം ആരെങ്കിലും എന്തെങ്കിലും മനുഷ്യത്തിൻ്റെ പേര് ചേർന്ന് വരും, പക്ഷേ എല്ലാ പ്രാവശ്യവും ഒരാളോട് നമുക്ക് സഹായം ചോദിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ ന്യായമായിട്ടുള്ള കഷ്ടപ്പാടിന് ഈശ്വരൻ നമുക്ക് ധനം തരുന്നുണ്ട്. ആ ധനം നിലനിർത്താൻ എന്ത് ചെയ്യണം? നമ്മൾ വിചാരിക്കണം. നമുക്ക് നന്നാവണമെങ്കിൽ നമ്മൾ വിചാരിച്ചെങ്കിലേ പറ്റൂ. ആരും നമ്മളെ നന്നാക്കാനും ഗുണപ്പെടുത്താനും ആരും വരത്തില്ല. ആ ഒരു സത്യം മനസ്സിലാക്കുക. ഇനി ആ പേഴ്സ്, നമ്മളൊരു പേഴ്സ് പുതിയതായിട്ട് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ജ്വല്ലറിന്നോ എവിടെയെങ്കിലും ടെക്സ്റ്റൈൽസിൽ നിന്നൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നത്, അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കഴിവതും ഗിഫ്റ്റ് കിട്ടുന്ന ഉപയോഗിക്കാതിരിക്കുക. ഇനി അത് നമുക്ക് ഇഷ്ടപ്പെട്ടു, നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലാണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ അതിൽ നമുക്ക് സാമ്പത്തികം വെച്ചിട്ട് ഒരാഴ്ച ഒന്ന് ഉപയോഗിച്ച് നോക്കണം. 7 ദിവസം, ഞായർ തൊട്ട് ശനി വരെയുള്ള, അല്ലെങ്കിൽ ഞായർ തൊട്ട് വെള്ളി വരെ 7 ദിവസം നമ്മളൊന്ന് ഉപയോഗിക്കുക. 7 ദിവസം വരവും ചിലവും ഒന്ന് കണക്കാക്കുക. വരവിനെക്കാട്ട് കൂടുതൽ ചിലവ്. ചില ദിവസങ്ങളിൽ രാവിലെ ഒന്നുമില്ലാതെ ചില പേഴ്സുകളുടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വൈകിട്ട് വരുമ്പോൾ നിറഞ്ഞ് അത് നമുക്ക് പോക്കറ്റ് വെക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ചിലപ്പോൾ അവസാനം ബാഗിലോ അല്ലെ ബൈക്കിലോ കാറിൽ ഇട്ടുകൊണ്ട് വരേണ്ട അവസ്ഥ വരും അല്ലേ? ചില ദിവസം വീട്ടിൽ പേഴ്സിൽ എന്തെങ്കിലും ഒരു 10 നാണയം ഇട്ടിട്ട് പോയാൽ തിരിച്ചു വരുമ്പോൾ നാണയം പോലും കാണത്തില്ല. ഇതൊക്കെ ഇതിൻ്റെ പോരാഴിക കുറിക്കുന്നതാണ്. നമുക്കതിലെ ഭാഗ്യ നിറങ്ങളുണ്ട്, ഓരോരുത്തർക്കും ഭാഗ്യ നിറങ്ങളുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് പൊതുവായിട്ടുള്ള നമുക്ക് സമ്പത്ത് നമ്മുടെ പേഴ്സിൽ നിറയാനായിട്ട്, സമ്പത്ത് സൂക്ഷിച്ചു വെക്കാൻ, കടബാധകളിൽ നിന്നും കുറച്ചെങ്കിലും ഒന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അതിലേക്ക് കിടക്കാം. പേഴ്സിൽ പണം നിറയാനായിട്ട് കണ്ണാടിയുള്ള പേഴ്സ് ഉപയോഗിക്കണം. കണ്ണാടിയിൽ നമ്മുടെ മുഖം, അല്ലെങ്കിൽ നമ്മൾ പൈസ എടുക്കുമ്പോഴും വെക്കുമ്പോഴും ആ ഒരു കണ്ണാടിയിൽ ആ ഒരു പ്രതിഫലനം ആ വെക്കുന്ന നോട്ടിനായാലും നാണയത്തിനായാലും ഉണ്ടാവണം. കണ്ണാടിയിൽ നമ്മളൊരു പേഴ്സ് അല്ലെ ഒരു നോട്ട് വെക്കുമ്പോൾ എന്താ 2ആയിട്ടാണ് പ്രതിഫലിക്കുന്നത്, ഇരട്ടിയല്ലയോ? അപ്പം പൊട്ടാത്ത നല്ല കണ്ണാടി വേണം വെക്കാനായിട്ട്. അതുപോലെ ബ്ലാക്ക് പേഴ്സ് മാക്സിമം ഒഴിവാക്കുക. ബ്രൗൺ പേഴ്സ് അല്ലെ പിങ്ക് കളറിലെ പേഴ്സൊക്കെ ആയിരിക്കും ഒന്നുകൂടെ നല്ലതായിട്ട് പറയുന്നത്. ഒരു ചെറിയ റെഡ് കളർ തുണിയിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറായാലും മതി. 36 അരിമണി, അത് ബസുമതി റൈസ് വേണം, ബസുമതി റൈസ് അല്ലെങ്കിൽ ജീരക റൈസ് ആയാലും മതി, ഏതായാലും കുഴപ്പമില്ല. ഒരു 36 അരിമണി ഇതിനകത്ത് വെച്ച് വേണം നമുക്ക് ആ പേഴ്സിന്, നമുക്ക് ഏത് പേഴ്സായാലും പുതിയതായിട്ട് എടുക്കും, കുറച്ച് നാൾ കഴിയുമ്പോൾ ഏത് പേഴ്സായാലും കീറത്തില്ലേ? അപ്പോൾ ആ പേഴ്സിൽ ആദ്യമായിട്ട് 36 അരിമണി വെക്കണം. 1-ാം തീയതി ദിവസം കിട്ടുന്ന പൈസ ആ പേഴ്സിൽ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ അല്ലെ നമ്മുടെ ഭാഗ്യ നക്ഷത്രത്തിന് പറ്റുന്ന ഏതെങ്കിലും നാളുകാരുടെ ഒരു നാണയം അല്ലെങ്കിൽ ഒരു നോട്ടെങ്കിലും വാങ്ങിച്ചതിനകത്ത് ഒഴിയാതെ വെക്കണം. ഒരു വലിയ നോട്ട് എപ്പോഴും ഈ പേഴ്സിൽ ഒഴിയാതെ വെച്ചേക്കുക. വിശേഷ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് വെള്ളി, ചൊവ്വ, ഞായർ 1-ാം തീയതി ദിവസങ്ങളിൽ ധനം കടം കൊടുക്കാതിരിക്കുക, കടം വാങ്ങിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഈ പേഴ്സ്, കീറിയ പേഴ്സ് ഉപയോഗിക്കാതിരിക്കുക. ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ടേക്ട്രസ് സ്റ്റോൺ എന്ന് പറഞ്ഞൊരു കല്ലുണ്ട്. ആ കല്ല് പേഴ്സിനകത്ത് വെക്കുന്നത് മുഖേന നമുക്ക് നല്ല രീതിയിലുള്ള ധനവരം ഉണ്ടാവും, ഇറക്കങ്ങൾ കുറവായിരിക്കും. നമുക്ക് ചിലവുണ്ടെങ്കിൽ നമ്മുടെ പൈസ എന്ന് വെച്ചാൽ എന്താ? നാട്ടുകാരുടെ കാശ് അല്ലേ? നമുക്കൊരു 10 പൈസ ചിലവാക്കണം, എന്ത് ചെയ്യണം? ഒരാൾ കൊണ്ടുതരണം. നമ്മളെല്ലാം എന്തുവാ അതായത് മറ്റൊരു കൊണ്ടുതരുന്നത് നമുക്ക് ചിലവാക്കുക. അപ്പം നമുക്ക് ഒരു പൈസയ്ക്ക് 20 രൂപയ്ക്ക് ചിലവുണ്ടെങ്കിൽ നമുക്ക് 40 രൂപ കിട്ടിയാൽ 20 രൂപ നമ്മുടെ കൈ വെക്കാം, ആ 20 രൂപ ചിലവാക്കാം. അപ്പം നമുക്ക് കടം മേടിക്കുന്ന ഒഴിവാക്കും. അപ്പം ഈ ഒരു കല്ല് നന്നായിരിക്കും വെക്കുന്നത്. പുതിയ പേഴ്സ് പഴയതിനേക്കാളും വലുത് വേണം ഓരോ പ്രാവശ്യം വാങ്ങിക്കാനായിട്ട്. ഉറകളായാലും വലിപ്പം കൂടിയ ഓരോ പ്രാവശ്യം പേഴ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും കുറച്ചുകൂടെ വലിപ്പം ഉള്ള അല്ലെ വലിപ്പം തോന്നിക്കുന്ന പേഴ്സ് വാങ്ങിക്കുന്നത് നന്നായിരിക്കും. വെളുത്ത എന്തെങ്കിലും കല്ല്, വെളുത്ത കവടി, അതുപോലെ ഭഗവാന്റെ ഫോട്ടോ, ദൃഷ്ടിവിനായകൻ്റെ ഫോട്ടോ, ലക്ഷ്മി, അതായത് ലക്ഷ്മി ഭഗവതി സ്വർണ്ണ കുംഭമായിട്ട്
സ്വർണം പൊഴിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയെ മഹാവിഷ്ണു കിടക്കുക, പാലാഴി മഹാവിഷ്ണു ഭഗവാൻ കിടക്കുക, ആ മഹാവിഷ്ണു ഭഗവാന്റെ അടുത്ത് ലക്ഷ്മി ഭഗവതി ഇരിക്കുക. അപ്പം ഭാഗ്യമായി ധനമായി, രണ്ടു തരം കാര്യമായി അല്ലേ. അപ്പം ഇങ്ങനെ ഈ പറഞ്ഞ ഫോട്ടോകളൊക്കെ വെക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. പിന്നെ തുളസിയില എല്ലാവരും വെക്കുന്നൊരു കാര്യമാണ്. തുളസിയില നമുക്ക് വെക്കാം, ചീത്തയാണെന്ന് ഞാൻ പറയുന്നില്ല, ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ദോഷമാണ്. അതിൽ ക്ഷേത്രങ്ങളിൽ പോയി പ്രസാദങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുമ്പോൾ അതും ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറിനകത്താക്കി സൂക്ഷിക്കുന്നതൊക്കെ ഐശ്വര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിൽ നമുക്ക് കടബാധ്യതകൾ ഒഴിവാവാൻ, പേഴ്സിൽ ധനം നിൽക്കാൻ ഒക്കെ നമുക്ക് സഹായിക്കും. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി സമ്പാദിക്കാം, കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.